ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സദൃശ്യവാക്യങ്ങൾ 27:1 വായിക്കുന്നു. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നറിയുന്നില്ലല്ലോ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പോടെ അറിയാമെന്ന മട്ടിൽ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നതിനെയാണ് നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് എന്ന വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഒരുവൻ തൻ്റെ ഭാവി പദ്ധതിയെ മാറ്റുവാൻ ആർക്കും ഒന്നിനും കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. ചുരുക്കത്തിൽ, ഭാവി അനിശ്ചിതത്വമുള്ളതും മനുഷ്യന്റെ നിയന്ത്രണത്തിന് അതീതവും ആകയാൽ നാളെക്കുറിച്ച് പ്രശംസിക്കരുത് എന്ന് തിരുവചനം നമ്മെ ഉപദേശിക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയിൽ സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കുമെന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ സ്വയം തീരുമാനമെടുക്കുന്നതും അത് നടപ്പാക്കുമെന്ന് വീമ്പിളക്കുന്നതും ഒരുവന്റെ എളിമയുടെ അഭാവത്തെ കാണിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നത് ദോഷമാണെന്ന് എഴുതിയിരിക്കുന്നു. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ചിലർ പറയുന്നത്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്നാണ്. ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നാണ് പറയേണ്ടത്. അതായത്, നാം നമ്മെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാതെ നമ്മുടെ തീരുമാനങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ദൈവഹിതത്തിന് അനുസരണമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാകുന്നു. നമ്മുടെ ഭാവിയുടെ നിയന്ത്രണം ദൈവത്തിനാണ്. ദൈവമാണ് പരമാധികാരി. വർത്തമാനകാലത്ത് നമുക്ക് ലഭിക്കുന്ന സമയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ഓരോ കാര്യത്തിനും നന്ദി പ്രകടിപ്പിക്കുവാനും വിവേകത്തോടെ ജീവിക്കുവാനും ഇടയാകണം. ആയതിനാൽ എളിമയുള്ളതും ദൈവാശ്രയമുള്ളതുമായ ജീവിതം നയിക്കുവാനും വർത്തമാനകാലത്തിന് മുൻഗണന നൽകിക്കൊണ്ട് അനിശ്ചിതത്വമുള്ള ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകാതെയും ഭാവിയെക്കുറിച്ച് വമ്പ് പറഞ്ഞ് പ്രശംസിക്കുവാനും ഇടയാകാതെയും ജീവിക്കുക. ഓർക്കുക, നാളെ എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.